തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിന് സമീപമുള്ള ആറാലിമൂടിലുള്ള ഒരു ശിവപുരം മഹാദേവ ക്ഷേത്രം 80 വർഷത്തിലധികമായി ആരാധന നടക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം, ആ കവാടത്തിനെയാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര നഗരസഭ വന്ന് അടച്ചുപൂട്ടിയത്. ഇത് നഗരസഭയുടെ വസ്തുവാണെന്നും ഇതുവഴി പ്രവേശനമില്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന് നഗരസഭാ അധികൃതർ അവിടെ അടച്ചുപൂട്ടിയത്. ഇതിന് പിന്നാലെ എന്താണ് ഇത്തരത്തിൽ ഒരു അടച്ചുപൂട്ടലിന്റെ കാരണമെന്ന് ചോദിച്ച് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരൊക്കെ തന്നെ നഗരസഭയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ലഭിക്കുന്ന വിവരം, ഇത് 4 SDPIയുടെ പ്രവർത്തകർ വന്ന് നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട കവാടം അടച്ചുപൂട്ടണം, ഇല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിയെ കാണിച്ചു തരാം എന്നൊക്കെയായിരുന്നു ഭീഷണി. ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരം ഒരു നടപടിയെടുത്തതെന്ന് നഗരസഭാ സെക്രട്ടറി പറഞ്ഞുവെന്നാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ ബാലരാമപുരത്തിന് സമീപമുള്ള ഒരു പ്രധാനപ്പെട്ട പുരാതന ആരാധനാലയമാണ് ഈ ശിവപുരം മഹാദേവ ക്ഷേത്രം. എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും ഇവിടെ ക്ഷേത്രത്തിൽ നട തുറക്കുന്നു. എല്ലാ മലയാള മാസം 1-ാം തീയതി ഒരു പൊതു കഞ്ഞിവീഴ്ത്ത് നടക്കുന്നു. അതിൽ ചുറ്റുമുള്ള ഇതര മതവിഭാഗത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിലുള്ള ആളുകൾ വരെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊന്നും അവിടെ ക്ഷേത്രത്തിലെ ആരാധന നടക്കുന്നതോ പൂജ നടക്കുന്നതോ ഒരു പ്രശ്നവുമല്ല. എന്നാൽ ഈ പ്രദേശത്ത് നിന്ന് പുറത്തുള്ള കുറച്ച് ആളുകൾ ചേർന്നാണ് കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിനെതിരെയുള്ള വലിയ പരാതി ഉന്നയിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതിന് സമീപത്താണ് നേരത്തെ സമാധി എന്ന് ആയിട്ടുള്ള ഒരു സ്വാമിയുടെ സമാധി സ്ഥലമുള്ളത്. അന്ന് സ്വാമി സമാധിയായി കഴിഞ്ഞപ്പോൾ അത് ആത്മഹത്യയാണെന്നും കൊലപാതകമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പോസ്റ്ററുകൾ ആ വീടിന് സമീപത്തും ബാലരാമപുരം പ്രദേശത്തും പതിപ്പിച്ചിരുന്നു. ഇതിന് പിന്നിലൊക്കെ ഇത്തരം വർഗീയ ചിന്താഗതിക്കാരാണ് എന്ന് അന്ന് തന്നെ വലിയ ആക്ഷേപം ഉയർന്നിരുന്നതാണ്. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലടക്കം അദ്ദേഹം സമാധിയായതാണെന്നും കോടതിയടക്കം സമാധി നടത്താനുള്ള അനുമതി നൽകിയതാണ്. ഇപ്പോൾ ആ സമാധി സ്ഥലത്ത് ക്ഷേത്രം പണിതുയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഞാൻ പറയുന്ന ശിവപുരം മഹാദേവ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രത്തിൽ പണികൾ നടക്കുന്നു, പുതിയ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു ആരാധനാലയം, അത് ഏത് മതവിഭാഗത്തിൻ്റെതായിക്കോട്ടെ, ആ ആരാധനാലയത്തിലേക്കുള്ള പൊതുജനത്തിൻ്റെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കാൻ പാടുണ്ടോ? അത് മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ സമാധാനാന്തരീക്ഷം ഇവിടെ ഉണ്ടാകുമോ? ഇവിടെ ഒരു പുരാതന ശിവക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാത പൂർണ്ണമായും കെട്ടിയടയ്ക്കുകയും അതിലേക്കുള്ള ക്ഷേത്രം ഇട്ടിട്ടുള്ള വാതിൽ തന്നെ ഒരു താഴിട്ട് പൂട്ടുകയും ചെയ്തിരിക്കുന്ന ഒരു നടപടിയാണ് സർക്കാർ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് മറ്റാരുമല്ല, സർക്കാരാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള നഗരസഭയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്താനാണ് ഹൈന്ദവ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പിണറായി സർക്കാരിൻ്റെ ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. നമുക്കറിയാം, ശബരിമലയിൽ ഉയരുന്ന കൊള്ളയുടെ പുതിയ വിവരങ്ങൾ. ശബരിമല എന്ന് പറയുന്ന ഹൈന്ദവരുടെ ഏറ്റവും പരിപാവനമായ ഒരു ക്ഷേത്ര സമുച്ചയത്തെ എത്രത്തോളം ഊറ്റിയെടുക്കാൻ പറ്റുമോ, എത്രത്തോളം കൊള്ളയടിക്കാൻ പറ്റുമോ അത്രയും ചെയ്യുന്ന ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടുകളുടെ ഉദാഹരണമാണിത്.